ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ 7 വൻപാപങ്ങൾ പറയണ ആകെ 2 മണിക്കൂറുണ്ട്. അതുകൊണ്ട് വെറുതെ സമയം നമ്മൾ വേറെ പറഞ്ഞ സമയം കളയുന്നതിനേക്കാൾ നല്ലത് വല്ലപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ കൃത്യമായി ചില കാര്യങ്ങൾ പറയുക എന്നതാണ്. ഒരു സത്യവിശ്വാസിയാണെങ്കിൽ ഈമാനുള്ളവനാണോ അവന്റെ ജീവിതത്തിൽ ഈ 7 പാപങ്ങൾ ഉണ്ടാവാൻ പാടില്ല. പാപങ്ങൾ സ്വാഭാവികമാണ്. പാപം ചെയ്യാത്തവരാരുമില്ല. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ കൈവങ്ങാനുള്ള ആളുകൾ വളരെ ചുരുക്കമാണ്. പാപം ചെയ്യുന്ന കാര്യത്തിൽ പ്രായത്തിന്റെ വ്യത്യാസമൊന്നുമില്ല. പിശാച് ആരെയൊക്കെ സ്വാധീനിക്കുന്നു അവനൊക്കെ പാപത്തിലോട്ട് കടന്നു പോകും. അത് വൃദ്ധനാവട്ടെ യുവാവട്ടെ എല്ലാവരും ഒരുപോലെയാണ്. എത്രയോ നല്ല യുവാക്കളുണ്ട്, എത്രയോ നല്ല വൃദ്ധന്മാരുണ്ട്. അതുകൊണ്ട് പ്രായമല്ല പിശാചവനെ സ്വാധീനിക്കുന്നതാണ് പ്രശ്നം. ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവളാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പറയാൻ പോകുന്ന 7 പാപങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാനേ പാടില്ല. അള്ളാഹു നമ്മൾ അതിൽ നിന്ന് കാക്കട്ടെ. ആ പാപം തൗബ ചെയ്താൽ പോലും സ്വീകരിക്കില്ല എന്ന് പറയുന്ന മഹാന്മാരുണ്ട്. ഉലമാക്കളുടെ അഭിപ്രായത്തിൽ തൗബ കൊണ്ട് പോലും ചിലപ്പോൾ സ്വീകരിക്കപ്പെടില്ല എന്ന് അഭിപ്രായപ്പെട്ട മസലയല്ല എന്ന് അഭിപ്രായപ്പെട്ട ഇതിന്റെ ഗൗരവത്തെ കുറിച്ച് പറയാൻ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ആ 7 പാപങ്ങളാണ് നമ്മൾ ഇന്ന് പറയാ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിൽ നിന്ന് ഒഴിവായി നിൽക്കാനുള്ള ഒരു വലിയ ഈമാന്റെ കാവൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1, ഇമാം ബുഖാരി റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന ഹദീസ്. عن أبي هريرة رضي الله تعالى عنه عن النبي صلى الله عليه وسلم قال അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇജ്തനിബുസ് സബഅൽ മുബിഖാത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ 7 വൻപാപങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തണേ. മരിക്കുന്നത് വരെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ ഈ പാപം നിങ്ങൾ ചെയ്യാൻ പാടില്ല. അതിലൊന്നാമത്തെ ഏറ്റവും വൻപാതകത്തിൽപ്പെട്ട തെറ്റുകളിൽ ഏറ്റവും വലിയ തെറ്റേതാ? ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിനോട് പങ്കു ചേർക്കുക, ഏകനായ റബ്ബിനോട് ശിർക്ക് വെക്കുക, ഏകനായ ഖഹാറായ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആരാധനയിൽ പങ്കു ചേർക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഏറ്റവും പ്രധാനപ്പെട്ട 7 പാപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൗബ ചെയ്താൽ പോലും അല്ലാഹു സ്വീകരിക്കാത്ത പാപമാണ് ഏകനായ അല്ലാഹുവിനോട് പങ്കു ചേർക്കുക. അശ്ശിർക്കു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞുതരാ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു പറയാ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, ഏകനായ നിന്നെ സൃഷ്ടിച്ചാ, നിന്നെ പടച്ചാ, നിനക്ക് ഭക്ഷണം തന്നാ, നിനക്ക് ആരോഗ്യം തന്നാ, നിനക്ക് ഭാര്യയെ തന്ന, നിനക്ക് മക്കളെ തന്ന, നീ ചോദിക്കാതെ തന്നെ നിനക്ക് ആവശ്യമുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു തന്ന നിന്റെ അല്ലാഹുവിനോട് ആരാധനയിൽ പങ്കു ചേർത്താൽ ഏത് പാപം ചെയ്താലും അല്ലാഹു പുറത്തു മാപ്പാക്കി തരും. വ്യഭിചരിച്ചാൽ തൗബ ചെയ്താലും മാപ്പാക്കി തരും. മദ്യപാനി തൗബ ചെയ്താലും മാപ്പ് കിട്ടും. പക്ഷേ അല്ലാഹുവിനോട് പങ്കു ചേർത്താൽ, എന്റെ വഹദാനിയത്തിനോട് പങ്കു ചേർത്താൽ, എന്റെ റുബൂബിയത്തിനോടും എന്റെ വഹദാനിയത്തിനോടും നിങ്ങൾ പങ്കാളികളെ ചേർത്താൽ അത് ഞാൻ നിങ്ങൾക്ക് പുറത്തു തരില്ല. അല്ലാഹു ഏത് പാപവും ഉദ്ദേശിച്ചാൽ പുറത്തു മാപ്പാക്കി തരും. പക്ഷേ ശിർക്ക് മാത്രം അല്ലാഹു പൊറുക്കില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ ആദ്യമായി പൊറുക്കില്ല എന്ന് പറഞ്ഞ 7 വൻപാതകങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പാതകമാണ് ശിർക്ക് ബില്ലാഹ്, ഏകനായ അല്ലാഹുവിനോട് പങ്കുവെക്കുക.